ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾ ഇന്ന് ജോഷുവയുടെ വീട്ടിലോട്ട് പോവാണ്. അവിടെ നമ്മുടെ കച്ചവടം ഇന്നാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ കല്യാണം കഴിയുന്ന അന്ന് തന്നെ എല്ലാം ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ ലേറ്റായിട്ട് കല്യാണം തീരുന്നുണ്ട്. ഈവനിങ് വെച്ചിട്ട് 2 മണി ഒക്കെ ആയപ്പോഴാണ് കല്യാണം തീർന്ന്. അത് കാരണം പിന്നെ എല്ലാവരും കിടന്നുറങ്ങിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം, അതായത് ഇന്നിവിടെ സൺഡേ ആണ്, ഇന്നാണ് ഇവിടെ 11:30 ആ സമയത്താണ് കച്ചവടം. അത് കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരും. അപ്പം നമ്മൾ ഈ ഹോളിഡേ ഇൻ ഇന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഞങ്ങൾ വേറൊരു ഹോളിഡേ ഇൻ തന്നെ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഞങ്ങൾ ലാസ്റ്റ് 3 ഡേയ്സ്, ഇനി നെക്സ്റ്റ് 3 ഡേയ്സും കൂടെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വേറൊരു ഹോളിഡേ ഇന്നാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിനി അങ്ങോട്ട് പോകും. അപ്പം ഞങ്ങളതിനായിട്ട് എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ജോഷുവയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ നമ്മുടെ മറ്റേ ഹോട്ടലിൽ വന്നിട്ട് ഞാൻ എൻ്റെ ആൻറ്റിയുടെ മോൻ ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവൻ്റെ വീട്ടിലോട്ട്, ജിബുവിൻ്റെ വീട്ടിലോട്ട് പോകും. അവിടെയാണ് ഇന്ന് ഞങ്ങൾക്ക് ഡിന്നറൊക്കെ. അപ്പം നമ്മൾ അങ്ങോട്ട് പോകും. അപ്പോൾ എല്ലാ കാര്യങ്ങളുടെയും വീഡിയോ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ജോഷുവയുടെ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയാണ്. സൺഡേ ആയിട്ടും കൂടെ ഭയങ്കര ട്രാഫിക്കാണ്. ചിക്കാഗോ ട്രെയിൻ സ്റ്റേഷൻ. ഞങ്ങൾ ഷിക്കാഗോ ഡൗൺ ടൗൺ ആയി. ഇതൊക്കെ പിന്നെ കൂടുതലാണ് വരുന്നത്. നമ്മൾ കുറെ കൂടെ ക്ലോസ് ആയി ഡൗണിനോട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജോഷുവയുടെ വീട്ടിലെത്തി. എന്താ ചോദിക്കണ്ടേ? കച്ചവടം എടുക്കട്ടെ ചോദിക്കണ്ടേ? Say loud and proud. Say loud. Katsa kodukette. Ketilla. Katsa kodukette. Ketilla. Katsa kodukette. Some glassy eyes over there. Go to the side so you don't get it. Wow. Bling bling.
ഒരു കച്ചവടം. അത് കച്ചയല്ല. മേഘനെ നീ ഒരു ഗിഫ്റ്റ് തരുവാണ്. God bless you. She's going to watch now. Yeah, she's watching. Nali is going to give you a gift. Oh. These teardrops. They triggered me. And over here. And Dad. ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളോ എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ. This is Shinanti. Hi. My sister Jasmine. This is my dad. This is Benoit uncle. Hi. Jessica, my sister. Jesse. My cousins. This is Reba. Hi. Samuel there in the back. Jeremy all the way back there. Very tall. Along with Nevin and Kevin. Hi. Right here. And then Roger. You forget me? Did I forget anyone? No. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വന്നിരിക്കുന്ന കുറെ പേരുണ്ട്. ഇപ്പൊ വന്നിരിക്കുന്ന ഒത്തിരി പേരുള്ളതുകൊണ്ട് ഇതൊന്നും തുടങ്ങേണ്ടത്. എൻ്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. പുള്ളി 2 വർഷം മുമ്പ് മരിച്ചു പോയി. പുള്ളിക്കാരൻ്റെ വൈഫ് മോനിയുടെ പിള്ളേര് ജോയ്സിന്റെ ഹസ്ബൻഡ് എബിൻ, പിന്നെ ഞങ്ങളുടെ ഒരു അത്താത്തനുണ്ടായിരുന്നു ജോബിൻ. ജോബിൻ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ പ്രേമയുടെ ചേച്ചി ചേച്ചിയൊന്നും വന്നില്ല, അവർ തിരിച്ചു പോയി. പിന്നെ പ്രേമയുടെ ഞങ്ങളുടെ വീടിന് തൊട്ട് ഇവിടെ ഞങ്ങൾ പ്രേമയുടെ ചേച്ചി നിർമ്മല, രാജകുഞ്ഞ്, പിന്നെ അവരുടെ പിള്ളേര് കണ്ടിരിക്കുന്ന പേള്, അവരുടെ 2 മക്കള്, എന്നെ, പേളിന്റെ ഹസ്ബൻഡ്, പിന്നെ ചേച്ചി മുന്ന ക്രിസ്റ്റൽ എന്നാണ് കേട്ടോ ഞങ്ങൾ വിളിക്കുന്നത്. പിന്നെ എൻ്റെ കസിൻ്റെ മോള് അവർ കാനഡയിൽ നിന്ന് വന്നാണ്, ഷെബിയും റോഷനും. പിന്നെ ഞങ്ങളുടെ എന്റെ പിള്ളേരെ ഇത് 3 ആണ് എന്റെ ഇത് ആഷ്ലിന്റെ ഹസ്ബൻഡ് അവിടെ പുറകെ നിൽപ്പുണ്ട്. ഇത് ക്രിസ്ത്യൻ, വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. പിന്നെ എന്റെ ഞാൻ ഇന്നലെ പറഞ്ഞായിരിക്കും അത് പിള്ളേരെ ഒക്കെ വളർത്തി തന്ന അമ്മച്ചിയുടെ ഉണ്ണിയാൻറ്റിയുടെ മോനും മോന്റെ ഭാര്യയും കൂടി ഉണ്ട്. സുനില്. പിന്നെ ഞങ്ങൾക്ക് ഷിക്കാഗോയിൽ നിന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഇവിടുത്തെ ഗ്രഹനാഥൻ എന്ന് പറയുന്നത് പുറകെ നിൽപ്പുണ്ട്. സ്റ്റാൻലി
ആന്റിയുടെ വൈഫ് വന്നില്ല, ഇച്ചിരി പണികളുള്ളതുകൊണ്ട് വന്നില്ല. പിന്നെ അവരുടെ മോനുണ്ട് ബിനു. പിന്നെ എന്റെ ഹോസ്റ്റലിൽ നിന്ന് വന്നിരിക്കുന്ന നമ്മുടെ ഒരു കസിനാണ് അവിടെ പുറകെ നിൽപ്പുണ്ട്. കൊച്ചുമാന്റെ ഭാര്യ ഇതാണ് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ. കൊച്ചുമാന്റെ മോനും ഉണ്ട്. അവൻ ഇവിടെയുള്ള ഒരേ ഒരു പെങ്ങളുടെ മക്കള് രണ്ടുപേരും ഇവിടെയുണ്ട്. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. റോബിൻ അതേ റോബിന്റെ ഭാര്യയും 2 പിള്ളേരും കൂടിയുണ്ട്. രേണു, പിന്നെ അവരുടെ കൊച്ചു മക്കളാണ് 2 പേര്, ഒരു ഹെയ്സലും ചിലപ്പോൾ ഞാൻ പേരൊക്കെ വിട്ടു. ബിബിൻ, അത് അവന്റെ അനിയനാണ്. റോബിൻ എന്ന് പറഞ്ഞവന്റെ അനിയനാണ്. ബിബിന്റെ ഭാര്യ സൗമ്യക്ക് 2-3 പേരാണ്. അതാണ് ഏത് പേരാണ് സൗമ്യ. പിന്നെ അവരുടെ ട്വിൻസ് പിള്ളേര് റയൻ ആൻഡ് നെയ്തൻ. പിന്നെ ഒരു കുഞ്ഞു കൊച്ചുണ്ട്. ഞാനതിനെ കിക്കടി എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഈ നാട്ടിൽ വിട്ടുപോകുന്നത് ഇത്രയാണ് ഞങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ. കുറച്ച് പേര് ഓടിയായിട്ട് വന്നുപോയി. അപ്പൊ ഇനി നമുക്ക് അടുത്ത നമ്മുടെ സ്നാക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്നാക്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. Before that, I just wanted to thank everybody for coming and helping us make this a success. Appreciate everyone coming. We love our new family. സ്നാക്സ് ഉണ്ട്. സ്നാക്സ് ഒക്കെ എടുക്കുക. പ്രതികാരം ചെയ്തോളും. അപ്പോൾ ഞങ്ങൾ മേഘൻ്റെ വീട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇതൊരു നല്ല സ്ഥലമാണ്. നല്ല ഇച്ചിരി ക്വയറ്റാണ്. ക്വയറ്റ് ഏറിയ നല്ലൊരു കമ്മ്യൂണിറ്റി. ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷനാണ് ചിക്കാഗോ ട്രെയിൻ സ്റ്റേഷൻ. ഡൗൺ ആറായി. Downtown Chicago.
crazy traffic. ഞങ്ങളങ്ങനെ ഹോട്ടലിലെത്തി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ഹോട്ടൽ. കോഫി മെഷീനൊക്കെ ഉണ്ട്, കോഫിയൊക്കെ കുടിക്കാം. ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ. അങ്ങോട്ട് റൂംസൊക്കെയാണ്. അപ്പം നമ്മൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അമ്മ ഇവിടെ കോഫി കുടിക്കുകയാണ്. വെൻഡിങ് മെഷീനൊക്കെയാണ് നമുക്കെല്ലാം എടുക്കാൻ വേണ്ടവർക്ക്. പൈസ ഇടണമെന്നേ ഉള്ളൂ. നമുക്കിവിടെ ഡോളേഴ്സ് ഇട്ടിട്ട് നമുക്കെല്ലാം എടുക്കാവുന്നതാണ്. നമ്മുടെ ഡ്രിങ്ക്സ്, കോക്ക് എല്ലാം ഉണ്ട്. ഇവിടെ അടുത്ത് സെൻറ്റ് മൈക്കിൾസ് ഓർത്തഡോക്സ് ചർച്ചുണ്ട്. അങ്ങനെ ഞങ്ങൾ റൂമിൽ ചെന്ന് ഒന്ന് ഫ്രഷായി എൻ്റെ ആൻറ്റിയുടെ മോൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അതായത് എൻ്റെ അമ്മയുടെ നേരെയുള്ള സിസ്റ്ററിൻ്റെ മോൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവൻ ഈ ഹോട്ടലിൽ നിന്ന് ഒരു 45 to 1 hour ഡ്രൈവ് ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങൾ ജിബുവിൻ്റെ വീട്ടിലെത്തി. രാത്രി ആയി 7:30 ഒക്കെ ആയി ഞങ്ങൾ എത്തിയപ്പോൾ. ഇതിന് കുറച്ച് ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ ഒരു അവൻ്റെ കൊച്ചുണ്ടേ. ആ കൊച്ച് ഭയങ്കര രസമായിരുന്നു. ഞങ്ങളോട് അങ്ങ് ആദ്യം അടുത്തില്ല, പിന്നെ അവൻ അടുത്തു, പിന്നെ അവൻ മാറത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങളോട് പോരാൻ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഞങ്ങളവിടെ നിന്ന് ഡിന്നറൊക്കെ കഴിച്ചു. പിന്നെ ആണെങ്കിൽ അത് കഴിഞ്ഞ് ഐസ്ക്രീം കഴിച്ചപ്പോഴല്ലേ, അവൻ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. അവർ കുറച്ച് ഐസ്ക്രീം കൊടുത്തിട്ട് പിന്നെ നിർത്തി. പിന്നെ അവനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. അന്നേരം എൻ്റെ ഹസ്ബൻഡ് കുറച്ചുകൂടെ ഐസ്ക്രീം കൊടുത്തു. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അന്നേരത്തേക്കും ഞങ്ങളോട് ഒന്നുകൂടെ കൂട്ടായി. പിന്നെ ഞാൻ അവരുടെ കൂടെ പോകത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ പോരാൻ വേണ്ടി ഞങ്ങളുടെ ഇടയ്ക്ക് ഒന്ന് കയറി ഇരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ അവസാനം പാവം അവനെ ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ പോന്നു. അപ്പോൾ അവിടുത്തെ വീഡിയോ അധികം എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഷിക്കാഗോയിലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ.